അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മഹബ്ബത്തുള്ളാഹ്, അള്ളാഹുവിനെ നാം സ്നേഹിക്കുക, മഹബ്ബത്ത് വെക്കുക. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിനെ ഏറ്റവും അധികം മഹബ്ബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മൊത്തവും കാരുണ്യമെന്നാണ് വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തും നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നാം നമ്മളുടെ ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും നാം മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ, അവരോട് കാരുണ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തും നമ്മളോടും കാരുണ്യം ചെയ്യുന്നതാണ്. മൊത്തം കാരുണ്യത്തെ അള്ളാഹു തആല 100 വിഭജിക്കുകയും അതിൽ 99 പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. ഒരൊറ്റ ഒരു കാരുണ്യം വച്ചാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം, മൃഗങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം, ഇവകളെല്ലാം ഒരൊറ്റ ഒരു കാരുണ്യം മാത്രമാണ് അല്ലാഹു തആല ഈ ഭൂമിയിൽ ഇറക്കപ്പെട്ടത്. ബാക്കിയെല്ലാം പരലോകത്തേക്ക് വേണ്ടി 99 പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് നാം 100% അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുവിന് നാം ധാരാളം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും തഖ്വ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കുന്നവൻ ഏറ്റവും അധികം തഖ്വയുള്ളവർ ആയിരിക്കും. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും, തഖ്വല്ലില്ലാഹി മദാറു കുല്ലി സആദതി, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ശ്രമിക്കുക. അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അനുസരിച്ച് നാം ജീവിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ട് നാം ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ നമുക്ക് എല്ലാം പരിചയപ്പെടുത്തി തന്ന ആകാശഭൂമികളായ ഭൂമികളെയും സർവചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിക്കുവാൻ കാരണക്കാരായ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് പിന്നീട് നാം ഏറ്റവും അധികം മഹബ്ബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ നാം മഹബ്ബത്തു റസൂലില്ലാ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും അസ്സലാത്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.